എന്തുകൊണ്ടാണ് എനിക്ക് കൈ ഉയർത്താൻ കഴിയുന്നത്? കൈ ഉയർത്താൻ കഴിയുന്നതിന് കാരണം എന്റെ ശരീരത്തിൽ ജീവനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് എന്റെ വായ അനക്കി നാവെടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് എനിക്ക് ശബ്ദം എടുക്കാൻ കഴിയുന്നു? കാരണം ഒന്നേ ഉള്ളൂ, എന്റെ അകത്ത് ജീവനുണ്ട്. അതുപോലെ തന്നെ ചലിക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരപ്പമാണ് വേദപുസ്തകം. നമ്മൾ ഭക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം, ആമേൻ, നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു സുവിശേഷമാണ്. നമുക്കറിയാം ബൈബിളിനകത്ത് 4 സുവിശേഷങ്ങളാണുള്ളത്. ഒന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അതിൽ ആമേൻ ജീവന്റെ പുസ്തകം എന്ന് അറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ, സത്യവേദ പുസ്തകത്തിലെ ജീവന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരു അവിശ്വാസിക്ക് തനിക്ക് ലഭിക്കുന്നത് മരണത്തിൽ നിന്നുള്ള ജീവനെയാണ്. മരണത്തിൽ നിന്ന് അവനെ ജീവിപ്പിക്കുന്ന അനുഭവമാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷം വായിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷത്തെക്കാളും, മർക്കോസ് എഴുതിയ സുവിശേഷത്തെക്കാളും, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെക്കാളും ഏറ്റവും കൂടുതൽ സുവിശേഷം വായിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കണക്കാണ് ലോക ചരിത്രത്തിലുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും ജീവൻ ലഭിക്കാൻ, നിത്യജീവന് ലഭിക്കുവാനായി അവൻ നൽകപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്, ഒരു വേദ പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കലും കർത്താവിനെ സ്തുതിക്കാമോ? ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ വായിച്ചത് എന്താണ്? ഇവിടെ വായിക്കുകയാണ്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഹല്ലേലൂയ. ഇതാരാ സംസാരിക്കുന്നത്? ഇത് സംസാരിക്കുന്നത് നമ്മളുടെ രക്ഷകനായ യേശു കർത്താവാണ്. നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ചേറ്റിൽ നിന്ന് രക്ഷിച്ച് മരണത്തിന്റെ തകർച്ചയിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് ജീവനകത്തേക്ക്, നിത്യ ജീവങ്കലേക്ക് പ്രവേശിപ്പിച്ച നമ്മുടെ യേശു കർത്താവാണ് പറയുന്നത്. അവൻ ആരാണ്? താൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഹല്ലേലൂയ. ആരാണവൻ? അവൻ ആദിയിൽ വചനമായിരുന്നവൻ. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങളിൽ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ നമ്മൾ വായിച്ച 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യത്തിൽ സംസാരിക്കുന്ന അതേ ദൈവം, അതേ വചനം, അതേ ശക്തി ഇന്ന് രാത്രിയും നമ്മളോട് ഇടപെടുവാനായി നമ്മളുടെ മുറിക്കകത്തേക്ക്, നമ്മളുടെ പേഴ്സണൽ മുറിക്കകത്തേക്ക് ഇന്ന് രാത്രിയും ഇന്ന് പകലും ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളോട് സംസാരിക്കുന്നവൻ ആരാണ്? നമ്മളോട് സംസാരിക്കുന്നവൻ മനുഷ്യനല്ല. നമ്മളോട് സംസാരിക്കുന്നവൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല. നമ്മളോട് സംസാരിക്കുന്നത് ഒരു നേതാവല്ല. നമ്മളോട് സംസാരിക്കുന്നത് ഒരു മാനുഷിക ശബ്ദം അല്ല. നമ്മളോട് സംസാരിക്കുന്നത് പിശാചല്ല. പിന്നെ ആരാണ്? നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് ജീവശ്വാസം നൽകിയ, നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം നൽകിയ, നമുക്ക് നിത്യജീവനം നൽകിയ, രക്ഷ നൽകിയ, കൃപാവരങ്ങളെ നൽകിയ, പരിശുദ്ധാത്മാവിനെ നൽകിയ നമ്മുടെ ദൈവം, ജീവനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയും നമ്മളോട് ഇടപെടുകയാണ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ യേശു കർത്താവ് ആര്? ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് സംസാരിക്കുന്നത്. എന്താണ്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആദ്യം അതിനു മുമ്പായിട്ട്, ജീവിപ്പിക്കുന്ന അനുഭവത്തിന് മുമ്പായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും: മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതൊരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ഒരുപാട് ജീവിതത്തെ അറിഞ്ഞവരാണെന്ന് എനിക്കറിയാം.
ഹല്ലേലൂയ. എന്നെക്കാളും എൻ്റെ അനുഭവങ്ങളെക്കാളും എല്ലാം ജീവിതത്തിൽ അനുഭവസ്ഥരായ അനേകർ എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് വ്യക്തമാക്കി തന്ന അല്ലെങ്കിൽ വ്യക്തമായി കാണിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. എന്താണ് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആമേൻ, ഇതിന്റെ പുറകിൽ ഒരു ലാഭവുമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്താ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നത്? ഇതിന്റെ പുറകിൽ ലാഭമില്ല എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വ്യക്തമാണ്. ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ലാഭമില്ല. എൻ്റെ ജഡം കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് എനിക്കൊരു ലാഭവുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഈ ശരീരത്തെ വിട്ട് എൻ്റെ ആത്മാവ് ഈ ശരീരത്തെ വിട്ട് വേർപിരിയുമ്പോൾ, എന്നിൽ നിന്ന് വേർപിരിയുന്ന ആത്മാവ് എന്നിൽ നിന്ന് വേർപിടുമ്പോൾ ഈ ശരീരം പിന്നെ ഒരു കാര്യത്തിനും ഉപകരിക്കുന്നതല്ല എന്നാണ് അതിനർത്ഥം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈനംദിന ജീവിതത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ ദിവസവും നമ്മൾ ഫ്രഷപ്പ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷപ്പ് ആവുന്നത്? കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, ശരീരം ക്ഷയിക്കുന്നു. ഹല്ലേലൂയ. ശരീരം ചുളുങ്ങുന്നു, ശരീരത്തിനകത്ത് സൗന്ദര്യം കുറയുന്നു. ഇതൊക്കെ കാരണമാണ് നമ്മൾ എല്ലാ ദിവസവും ഫ്രഷപ്പ് ആവുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ തിരിച്ചറിയേണ്ട കാര്യം, യാഥാർത്ഥ്യത്തിനപ്പുറം ഒരു സത്യം നമ്മുടെ അകത്തുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി, ഒരു പ്രത്യേക കൃപ ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിനകത്ത്, ഈ നശിച്ചു പോകുന്ന ശരീരത്തിനകത്ത്, മരണപ്പെട്ടു പോകുന്ന ശരീരത്തിനകത്ത് ജീവനുള്ള ഒരു ആത്മാവുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്, പുതുക്കം നൽകുന്ന ഒരു ആത്മാവുണ്ട്. അതുകൊണ്ട് ആ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നിങ്ങളുടെ അകത്തെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് വചനത്തിനകത്ത് സംസാരിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകൾക്കപ്പുറം, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ കുറവുകൾക്കും അപ്പുറം, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ വേദനകൾക്കും അപ്പുറം, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും അപ്പുറം, എല്ലാ മടുപ്പുകൾക്കും അപ്പുറം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുള്ള ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഒരു നിമിഷം ശബ്ദമുയർത്തി നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ശലമന വൈഡരാധന ജാനകസ്യാന്തന പ്രൗഢൽമാനകസ്യാന്തന ജിയാലകസ്യ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ ജനത്തിന് മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാ ശരീരത്തിന്റെ ബലഹീനതകളും അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ലെന്ന് വചനം പറയുന്നത് പോലെ ഇപ്പോൾ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ജീവിപ്പിക്കുന്ന ആത്മാവ് എന്നെ കേൾക്കുന്ന പിതാക്കന്മാരുടെ മേലും എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം കരമൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങേക്ക് ജീവനുള്ള ആത്മാവിനെ എൻ്റെ മേൽ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിന് പറ. ഹല്ലേലൂയ. കർത്താവിനോട് പറയുക, വാർദ്ധക്യത്തിലും ഞാൻ നിങ്ങളെ ചുമക്കാം. എന്താ കാരണം? എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും ഒരു ആത്മാവിനെ അവൻ തന്നിട്ടുണ്ട്. ശരീരം ക്ഷയിച്ചു പോകുന്നതാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതോരോ നിമിഷവും നാശത്തിലേക്ക് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, ഇറ്റ്സ് ഡിക്കേയിങ്. അവൻ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് വേസ്റ്റിംഗ് അവേ. അത് മലിനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഡൈയിങ്. ഇത് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും അകത്ത്, ഇന്ന് പകൽ എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുള്ള ആത്മാവ്, അട്ടപല്ലക തനകജാനിയംസി, അതെന്റെ പേരുള്ളത് കൊണ്ട് എന്റെ ക്ഷയമുള്ള ശരീരത്തിന്റെ ബലഹീനതകൾ എന്നെ അവൻ ഒരു കാരണവശാലും തളർത്തത്തില്ലെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രിയും ഇന്ന് പകലും ബലത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഈ ദൈവത്തിന്റെ വചനമൊക്കെ വെളിപ്പെട്ടു വന്നപ്പോ ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ കടന്നുപോയ അനുഭവങ്ങളിലൂടെ എന്നെ പരിശുദ്ധാത്മ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ശരീരം ക്ഷയിച്ചു പോകുന്നു. യേശു കർത്താവ് പറയുകയാ, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല.
ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഇത് മണ്ണിനോട് ചേരാനുള്ളതാണ്, ജഡം മണ്ണിനോട് ചേരാനുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, നമ്മളുടെ തലമുറകളെ തകർത്ത് കളയാൻ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ വ്യാപാരം എവിടെയാ വ്യാപരിക്കുന്നത്? ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിന്റെ സൗന്ദര്യത്തിലല്ലേ? ഇന്ന് രാത്രി മുതൽ, ഇന്ന് പകൽ മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ ബുദ്ധിയെ തുറക്കട്ടെ. ഇവന്റെ ക്ഷയമുള്ള ശരീരത്തെ കുറിച്ചുള്ള ബോധ്യം, ഇവന്റെ ശരീരത്തിന്റെയും ഇവന്റെ ഹൃദയത്തിന്റെയും ഈ ക്ഷയത്തിന്റെ ബോധ്യം അവരിൽ വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ വഴിതെറ്റിയ അനുഭവങ്ങളിൽ നിന്ന് മടങ്ങി യഥാർത്ഥ വഴിയിലേക്ക് വരും. ഇതാ ദൈവകൃപയുടെ പ്രത്യേകത. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ മക്കൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. കാരണം അവിടെ മേലൊരു ജീവന്റെ ആത്മാവുണ്ട്. ഈ തിരിച്ചറിവ്, പരിശുദ്ധാത്മാവിന്റെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ക്ഷയമുള്ള ശരീരത്തെ കണ്ടിട്ട് വിഷമിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മളെ രോഗികളാണ്. ശരീരത്തിൽ ബലഹീനതകളുണ്ട്, വേദനകളുണ്ട്, കുറവുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയുക, അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പവർ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്, ക്രിസ്തുവിന്റെ ശക്തിയുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗത്തെ വഹിച്ചവൻ, സാക്ഷാൽ എന്റെ രോഗത്തെ അവൻ വഹിച്ചു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്തിന് വിഷമിക്കണം? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ തുറന്ന് കർത്താവിന് സ്തോത്രം പറയാം. ഹൃദയത്തെ തുറന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈവൻ തോ നമ്മൾ ക്ഷയിച്ചു പോകുന്നവരായാലും, നമ്മൾ തകർന്നു പോകുന്നവരായാലും, നമ്മൾ നശിച്ചു പോകുന്നവരായാലും, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് വേദനയുടെ അനുഭവങ്ങൾ കടന്നു പോകുന്നവരായാലും, അതിനേക്കാളെല്ലാം ഉപരിയായി ജീവിപ്പിക്കുന്ന ഒരാത്മാവ് എൻ്റെ മേലുണ്ട്, നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് രാത്രിയും എൻ്റെ മുറിക്കകത്ത് ഞാനത് അനുഭവിച്ചറിയുന്നു. വിവിധ ടൈം സോണുകളിൽ ഇരിക്കുന്ന നിങ്ങളുടെ മുറികൾക്കകത്തും ഇറങ്ങി വരുന്നത് ഈ ജീവനുള്ള ആത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രിയും അത് തിരിച്ചറിയുന്നവർ ഹൃദയത്തെ തുറന്ന് കർത്താവേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയുക, സ്തോത്രം പറയുക. എനിക്ക് ഇങ്ങനെ ഒരു ജീവന്റെ ആത്മാവിനെ നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം പറയുമെന്ന് പറയുക. ജീസസ്. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അടുത്ത പദം നോക്കിക്കേ. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. മാംസം ശരീരത്തെ ജീവിപ്പിക്കുന്നില്ല, മാംസം ഒരു മനുഷ്യരെ ജീവിപ്പിക്കുന്നില്ല, പകരം ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് ജീവിപ്പിക്കുന്ന ആത്മാവെന്ന ഘടകം തിരിച്ചറിയുക. ആ ആത്മാവിന്റെ ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഓരോ നിമിഷവും നടത്തുന്നത്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷങ്ങളിലും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഏക കാര്യം ദൈവത്തിന്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളെ ജീവിപ്പിക്കത്തില്ല. ലോകത്തിലെ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സും നിങ്ങളെ ജീവിപ്പിക്കത്തില്ല. ലോകത്തിലെ ഒരു ഡോക്ടേഴ്സും നിങ്ങളെ ജീവിപ്പിക്കത്തില്ല. ഒരു മെഡിക്കൽ സയൻസും നിങ്ങളെ ജീവിപ്പിക്കത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം അതും കൂടെ എടുത്ത് പറഞ്ഞിരുന്നേനെ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം തിരിച്ചറിയുക, ദൈവത്തിന്റെ ജനം ജീവിക്കുന്ന ഏക ഘടകം തിരുവചനമാണ്. ദൈവത്തിന്റെ വചനത്തിനകത്താണ് നിങ്ങളുടെ ജീവൻ ഇരിക്കുന്നത്.
ഇന്ന് പകൽ, ഇന്ന് രാത്രിയും ഇന്ന് പകലും എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളെ ജീവിപ്പിക്കുന്നത് ലോകത്തിന്റെ ഒരു ശക്തിയുമല്ല. നിങ്ങളെ ജീവിപ്പിക്കുന്നത് ലോകത്തിലെ ഒരു മനുഷ്യന്റെ വാക്കുകളല്ല. നിങ്ങളെ ജീവിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ഒരു പ്രവർത്തികളുമല്ല. നിങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യായാമമല്ല. നിങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന റൊട്ടീൻ അല്ല. അതിന്റെ മേൽ വ്യാപരിക്കുന്നത് ജീവനുള്ള വചനമാണ്. ഇന്ന് രാത്രിയും നമ്മളുടെ ഇടയിൽ ചലിക്കുന്നത് ഈ ജീവനുള്ള വചനമാണ്. ഏതാ വചനം? യേശു കർത്താവ് സംസാരിച്ച വചനം, യേശു കർത്താവ് പറഞ്ഞ വചനം. ഇന്ന് രാത്രിയും ഇന്ന് പകലും നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി നിന്ന് സംസാരിക്കുന്നത് ടൈറ്റസിന്റെ ശബ്ദമല്ല കേട്ടോ, എന്റെ ശബ്ദമല്ല. പകരം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ജീവനുള്ള വചനമാ. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി വചനമാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മളെ ജീവിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ലോകത്തിലെ ഒന്നിനും ജീവിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മളെ ജീവിപ്പിക്കാനായി സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന അപ്പമാണ് ജീവന്റെ പുസ്തകം. ഈ പുസ്തകം ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടാകും. ഈ ഭക്ഷണം ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ വളർച്ചയുണ്ടാകും. ഈ ഭക്ഷണം ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ സൗഖ്യമുണ്ടാകും. ഈ ഭക്ഷണം ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ ആമേൻ ആമേൻ അവന്റെ ഉള്ളിൽ തഴക്കമുണ്ടാകും. ഇന്ന് രാത്രികാലവും ഇന്ന് പകൽക്കാലവും നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ജീവനുള്ള വചനം ചലിക്കട്ടെ. അത് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൈവത്തിന്റെ ജീവൻ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? എന്നെ കേൾക്കുന്ന 33 ഡിവൈസിലിരിക്കുന്ന നിങ്ങളും എല്ലാവരും എൻ്റെ കൂടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് ഇതാ പറയുന്നത്, ചില കുടുംബങ്ങൾക്കകത്ത് കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ച എല്ലാ ക്ഷയിപ്പിക്കുന്ന അനുഭവങ്ങളെയും സ്വർഗം ഇന്ന് രാത്രി ജീവനുള്ള വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവെന്നെ പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ നിമിഷം തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറാതെ അലട്ടുന്ന ചില രോഗ അനുഭവങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് സ്വർഗം അഴിച്ചു മാറ്റുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആ ദൈവ വചനത്തിന്റെ ശക്തി ഈ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. അതകത്ത് ആ ജീവൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത്, തുറന്ന് സ്തോത്രം ചെയ്തേ. എനിക്ക് ജീവൻ നൽകിയ ആ കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയും ആ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ഞാനത് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത, അതിനകത്ത് ജീവനുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അത് ജീവനുള്ളതാണ്. ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത്. ഹല്ലേലൂയ. ശരീരത്തിൽ നിന്ന് ജീവൻ അറ്റാൽ, ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ നാം എല്ലാവരും ജീവനറ്റവരാണ്. നമ്മളെല്ലാവരും ചലനമറ്റവരാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കൈ ഉയർത്താൻ കഴിയുന്നത്? കൈ ഉയർത്താൻ കഴിയുന്നതിന് കാരണം എൻ്റെ ശരീരത്തിൽ ജീവനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് എൻ്റെ വായ അനക്കി നാവെടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് എനിക്ക് ശബ്ദമെടുക്കാൻ കഴിയുന്നു? കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ അകത്ത് ജീവനുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചലിക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരപ്പമാണ് വേദപുസ്തകം. ഹല്ലേലൂയ. നമ്മൾ ഭക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ടത്രേ ആദിയിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചപ്പോ അവയ്ക്ക് ജീവൻ ഉണ്ടായത്. ചെടികൾക്കകത്ത് ജീവനുണ്ടായി. മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അതിനകത്ത് ജീവനുണ്ടായിരുന്നു. സകല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയപ്പോൾ അതിനകത്തെല്ലാം ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചലിച്ചത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് രാവും പകലും ഉണ്ടായി? സൂര്യനും ചന്ദ്രനും ഉണ്ടായി. ഭൂമി എന്തുകൊണ്ട് ഭ്രമണപഥത്തിൽ കടന്ന് കറങ്ങുന്നു? ബിക്കോസ് ദ ലൈഫ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ജീവൻ. ആമേൻ.
രാവിലെയാകുന്നു രാത്രിയാകുന്നു, രാവിലെയാകുന്നു രാത്രിയാകുന്നു. എന്താ കാരണം? ദൈവ കുഞ്ഞേ, എന്റെയും നിങ്ങളുടെയും ദൈവം ഇന്നും ജീവിക്കുന്നവരാണ്. അത് രാവും പകലും തെളിയിക്കുകയാണ്. അത് തെളിയിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്തൂടെയാ. ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞേ, നീ അനുഭവിക്കുന്ന സകല വേദനകൾക്കും അപ്പുറം, നീ അനുഭവിക്കുന്ന സകല സങ്കടങ്ങൾക്കും അപ്പുറം, തലമുറയുടെ ഭാവിക്കപ്പുറം ചലിക്കുന്നൊരു ആത്മാവുണ്ട്, ചലിക്കുന്നൊരു വചനമുണ്ട്. അതത്ര ദൈവത്തിന്റെ വചനം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ മേലിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഓ ജീസസ്, ജീസസ് നെയിം, ജീസസ് നെയിം. എല്ലാ വേദനകളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ സങ്കടങ്ങളും അഴിഞ്ഞു മാറട്ടെ. എന്നിട്ട് ഈ ജീവന്റെ വചനം അവരിൽ ജീവനായി മാറട്ടെ. ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് ജീവൻ ലഭിക്കും. പഴയ നിയമത്തിൽ മോശയും ഇസ്രായേൽ ജനവും അവൻ മന്ന ഭക്ഷിച്ച് മരിച്ചെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിത്യജീവന്റെ അപ്പം, അത് കഴിക്കുന്നവർക്ക് ലഭിക്കുന്നത് മരണമല്ല, അത് കഴിക്കുന്നവർക്ക് ലഭിക്കുന്നത് ക്ഷയമല്ല. അതിൽ കഴിക്കുന്നവർക്ക് ലഭിക്കുന്നത് രോഗമല്ല, തീച്ചുളയല്ല, കഷ്ടതയല്ല. പകരം എത്ര കഷ്ടതയുടെ അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും അതിനെ മറികടന്നു പോകാനുള്ള ജീവനാണ്, ജീവനാണ്, ജീവനാണ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞേ, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ശക്തി ഇതാണ്, ദൈവത്തിന്റെ ആത്മാവിതാണ്. ഏതാ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. അതുകൊണ്ട് ഇന്നെന്നെ ശബ്ദം കേൾക്കുമ്പോ ദൈവ പൈതലേ, നമ്മുടെ ചിന്താഗതികൾ ശരീരത്തിന്റെ സുഖത്തിൽ നിന്ന് മാറിയിട്ട് ശരീരത്തിന്റെ എല്ലാ പ്രൗഢികളിൽ നിന്ന് മാറിയിട്ട് അകത്ത് ജീവിപ്പിക്കുന്ന ഒരു ആത്മാവിലേക്ക് തിരിയട്ടെ. കർത്താവിനറിയാം നിന്റെ വേദന, കർത്താവിനറിയാം നിന്റെ അനുഭവങ്ങൾ, കർത്താവിനറിയാം നിന്റെ ലിമിറ്റേഷൻസ്, കർത്താവിനറിയാം നിന്റെ പരിമിതികൾ. എന്നാൽ ആ പരിമിതികളെ കടന്നു പോകാൻ ശക്തിയുള്ള ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ലാസറിനോട് യേശു കർത്താവ് പറഞ്ഞ വാക്കേതാ? അതത്രേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം എന്ന് പറഞ്ഞ വചനം. അത് മരിച്ച് 4 നാളായ ലാസറിനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവന്നു. അതേ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയും ഇന്ന് പകലും വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നും വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഇന്നും നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇന്നും വ്യാപരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഒരൽപ്പം പോലും കുറയാതെ നിങ്ങൾ എന്നാണോ ആദ്യമായി അനുഭവിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ, ഒരേ അളവിൽ, ഒരേ ഡൈമെൻഷനിൽ ഈ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ജീസസ്. നിങ്ങൾ ആദ്യം വായിച്ച വേദഭാഗത്തിനകത്ത് നിന്ന് ഒരു വേദഭാഗം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു. യേശു പിശാചിനോട് പറഞ്ഞ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. വരുന്ന ദിവസങ്ങളിൽ പ്രിയ ദേവദാസൻ നിങ്ങൾ അതിനെ കുറിച്ച് പഠിപ്പിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യേശു ദൈവത്തിന്റെ വായിൽ നിന്ന് പറയുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ ജീവിപ്പിക്കാൻ അതിനെ കഴിയത്തുള്ളൂ. മെഡിസിൻ തോറ്റുപോകുമ്പോ, മെഡിക്കൽ റിപ്പോർട്ടുകൾ തോറ്റുപോകുമ്പോ, അതേത് ക്യാൻസറുമാകട്ടെ, അതെത്ര വലിയ രോഗാവസ്ഥകളുമാകട്ടെ, മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുമ്പോ ഓർത്തോളുക, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ജീവന്റെ ഔഷധമുണ്ട്,
ഒരു ജീവന്റെ അപ്പമുണ്ട്. ഒരു ജീവന്റെ അപ്പമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അത് വ്യാപരിക്കുകയാണ്. ആ ജീവനകത്തുള്ളവരെല്ലാം ഒന്ന് ഹൃദയത്തെ തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നേ. അകത്ത് ആ ജീവനുള്ളവരെല്ലാം സ്തോത്രം ചെയ്തേ. വാ തുറന്ന് സ്തോത്രം ചെയ്ത കുടുംബത്തിനകത്ത് ആ സ്തോത്രം കേൾക്കട്ടെ. നിങ്ങൾ പറയുന്ന സ്തുതി അവിടെ അലയടിക്കുമ്പോൾ ഈ വചനം അവനിൽ പ്രവർത്തികമാകും. നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രാവർത്തികമാകും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും. ഹല്ലേലൂയ. പ്രിയ ദൈവഭൃത്യൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ എടുത്തു പറയാം. നമ്മൾ ബൈബിൾ വായിക്കുകയല്ല, ബൈബിൾ ധ്യാനിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം ബാലരമയല്ല. ദൈവത്തിന്റെ വചനം ഒരു കെട്ടുപുസ്തകമല്ല. ദൈവത്തിന്റെ വചനം ഒരു മിത്തിക്കൽ സ്റ്റോറി അല്ല. ഇതൊരു പുരാണമല്ല. ഇത് വായിച്ച് കളയേണ്ടതല്ല. ഇത് ജീവൻ പ്രാപിക്കേണ്ടതാ. അതുകൊണ്ട് ഇതിനെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്തു പോരുന്നവരാണ് നമ്മളെല്ലാവരും. ആമേൻ. ദൈവത്തിന്റെ മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥന, 2 ദൈവവചന ധ്യാനം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രാർത്ഥന ഒരു ദൈവത്തിന്റെ പൈതലിനെ, ആത്മാവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ആത്മാവിൽ നമുക്ക് മുന്നേറാൻ കഴിയാത്തത്? നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. വചനമാ പറയുന്നത്, ഞാനല്ല പറയുന്നത്, വചനമാ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് വർദ്ധിക്കാത്തത്? നമുക്ക് എന്താ ഇത്ര ഡ്രൈനെസ്? നമുക്ക് എന്താ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ആത്മാവിന്റെ വർധനവ് നടക്കുന്നില്ല. ആത്മാവിന്റെ വർധനവ് നടക്കാത്തതിന്റെ കാരണം എന്താ? ആത്മീക വർധനവിന് ആവശ്യമായ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. എന്താ ആത്മീക വർധനവിന് ചെയ്യേണ്ടത്? ആത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങൾക്ക് സൗജന്യമായി നൽകിയ രക്ഷയുടെ ഒരു പാർട്ടല്ലേ, ഒരു ദാനമല്ലേ അന്യഭാഷ. നിങ്ങൾ ആത്മനിറവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. അതിന് മടി കാണിക്കരുത് ദൈവ കുഞ്ഞെ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടാകും. ആത്മീക വർധന ഉണ്ടായാലേ നമുക്ക് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. ആത്മീക വർധന ഉണ്ടായാലേ ഈ പറയുന്നത് പോലെ ജീവൻ നമ്മളിൽ വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാനൊരു കൊച്ചനുജനെ പോലെ ഞാൻ സംസാരിക്കുകയാണ്. ഒരിക്കലും ഞാനൊരു ഉപദേശമായിട്ടല്ല പറയുന്നത്, ഒരു അനുജനെ പോലെ സംസാരിക്കുകയാണ്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളിൽ മരണം വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മളിൽ ജീവൻ വ്യാപരിക്കേണ്ടതിന് പകരം നമ്മളിൽ മരണം വ്യാപരിക്കും. ആ മരണം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പിന്മാറി പോകാൻ കാരണം ഈ പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന് അനുഭവം നമുക്ക് മരണം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്, ജീവനില്ലാത്തതുകൊണ്ടാണ്. എന്താ കാരണം? നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരപ്പൻ മകനുമായി സംസാരിച്ച് അപ്പനിൽ നിന്ന് അറിവ് നേടുന്നത് പോലെ നമ്മൾ അപ്പനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ സ്വർഗത്തിലെ പിതാവിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ വർധനവുണ്ടാകും, ആത്മീക വർധനവുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായ അടയാളങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ചെയ്യും. അതിന് ഞാൻ സ്തോത്രം പറയുന്നു. എന്റെ കൂടെ ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവരുടെ കരം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. 2ാമത്തെ ഘടകമാണ് ദൈവവചന ധ്യാനം. ദൈവത്തിന്റെ വചനം എന്താ? അത് ജീവനും ആത്മാവുമാണ് നമ്മൾ കണ്ടു. ആമേൻ. എന്തിനാണ് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത്? ഒരാത്മീക മനുഷ്യൻ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിൽ വളർച്ചയുണ്ടാകും. ഹല്ലേലൂയ. ഒരു കൊച്ചുകുഞ്ഞ് അവൻ വളർന്ന് പ്രായത്തിൽ തികയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ വളർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. ഈ 2 ഘടകവും, പ്രാർത്ഥന ആത്മീക വർധന വരുത്തുകയും ദൈവത്തിന്റെ വചന ധ്യാനം നമ്മളെ ആത്മാവിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തു എന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മൾ വളരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ വളർച്ച രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വേണം.
നമ്മളെ ക്രിസ്തുവിന്റെ സഭയിൽ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ശരീരമായ സഭയിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ പ്രായത്തിന് തികവ് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ സംഭവിക്കാത്തതിന് കാരണം നമ്മളിൽ ദൈവത്തിന്റെ വചനം വളർച്ചയായി വ്യാപരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശാന്തമായി ദൈവസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. നമ്മൾ ഇന്ന് മുതൽ ദൈവത്തിന്റെ വചനം വായിക്കുകയല്ല, പകരം ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് ജീവൻ ലഭിക്കും. ഹല്ലേലൂയ. ജീവൻ ലഭിച്ചാലേ, എന്നെ കേൾക്കുന്ന അമ്മമാരോട് ഞാൻ പറയാം, കാലിന്റെ മുട്ടിന്റെ വേദന മാറത്തുള്ളൂ. ജീവൻ, ദൈവത്തിന്റെ ജീവൻ എൻ്റെ മേൽ വ്യാപരിച്ചാലേ എൻ്റെ നടുവേദന മാറത്തുള്ളൂ. ദൈവത്തിന്റെ ജീവൻ എൻ്റെ മേൽ വ്യാപരിച്ചാലേ എൻ്റെ തലമുറകൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹാ റമന ഹംസദാരിയതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കാതെ ഹൃദയത്തെ കൽപ്പിച്ചു കളഞ്ഞ എല്ലാ ദുഷ്ടന്റെ വ്യാപാരവും ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുത്തു കളയാം. നമുക്കത് വേണ്ട. നമുക്ക് വേണ്ട ദൈവജീവനാണ്. ഏതാ ദൈവജീവൻ? മാംസം ഉപകരിക്കാത്ത, മാംസത്തിന് കഴിയാത്ത, ജഡത്തിന് കഴിയാത്ത ഒരു ജീവൻ ഇന്ന് രാത്രികാലം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെ സമർപ്പിക്കാം? നമ്മളെ തന്നെ സമർപ്പിക്കാം. എനിക്കറിയാം, ഇതിനകത്ത് അങ്ങനെ സമർപ്പിച്ച് ആദ്യ സ്നേഹത്തിൽ ദൈവശക്തി അനുഭവിച്ച ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്. നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പുതുക്കാം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. നമ്മളെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കഴുകാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി, ഈ ക്ഷയിച്ചു പോകുന്നതിലേക്ക് നോക്കിയില്ലേ? എവിടെയാ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോയത്? എവിടെയാ എനിക്ക് ബലഹീനത വന്നത്? എവിടെയാ എനിക്ക് കുറവുകൾ വന്നത്? എവിടെയാ എനിക്ക് ലംഘനം വന്നത്? എവിടെയാ എനിക്ക് രോഗം വന്നത്? എവിടെയാ എനിക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അനുഭവങ്ങൾ വന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോ, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോ, ദൈവജീവൻ എൻ്റെ ഇന്ന് വരെ അകത്ത് വരാൻ പോവുകയാണ്. യെസ്. അർത്ഥനാദിയാലകസ്യ ഹറബല വൈഡരാധനാദിയാലകച്ചം. ചിലരുടെ ശരീരത്തിനകത്ത് വ്യക്തമായ അടയാളങ്ങൾ കർത്താവ് ഇന്ന് രാത്രി ചെയ്യുന്നു. റീബല ഹർത്തലാദിയാലകസി. ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുകയാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, യേശു കർത്താവ് നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, ഓ ജീസസ്, റീബാല ഹംസദാലിയാരഗ അടകലക ജനാദിയ ലവം പ്രമാലിയസി, യേശു കർത്താവിന്റെ നാമത്തിൽ അത് ഈ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കട്ടെ. ക്ഷയിച്ചു പോകുന്ന ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. വ്യക്തമായി കർത്താവ് സംസാരിക്കുകയാണ്. ജനത്തെ കൃപയിൽ വളരാതിരിക്കാൻ, ജഡത്തെ മരവിപ്പിച്ച് കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ജീവനുള്ള വചനം കൊണ്ട് മാത്രമാണ്. ഒരു വാക്യം ഞാൻ വായിച്ച് കളിപ്പിച്ച് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിന് 23-24 വാക്യങ്ങൾ ഞാൻ വായിച്ച് കളിപ്പിക്കാം. 25 വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. കണ്ടോ കെടുന്ന ബീജത്തിന്റെ പ്രത്യേകത? നമ്മളെല്ലാം കെടുന്ന ബീജത്താൽ ജനിക്കപ്പെട്ടവരാണ്. ശരീരം എന്ന് പറയുന്നത് കെടുന്ന ബീജമാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും കെടുന്ന ബീജത്തിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ശരീരം ക്ഷയിക്കുന്നു എന്നർത്ഥം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ പദം ഇവിടെ വീണ്ടും പറയുകയാണ്.
പത്രോസ്, കെടുന്ന ബീജത്താലല്ല. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, പിന്നെ എങ്ങനെയാ? കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ. ഹല്ലേലൂയ. ശരീരം കെട്ടുപോയെങ്കിൽ, ശരീരത്തിനകത്ത് ബലഹീനത വന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവൻ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല. പിന്നെ ഏതാ? കെടാത്തതും, ഓ ജീസസ്, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ജീവനുള്ള ദൈവത്തിന്റെ വചനം കൊണ്ടത്രേ നിങ്ങൾ ജീവിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലുള്ള ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെങ്കിൽ ഒരു പിശാചിന്റെ തന്ത്രങ്ങളും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കത്തില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ക്ഷയങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ വേദനകൾ, നിങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന രക്ഷാപൂർത്തിയെ പ്രാപിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന തേജസ്സിന്റെ അനുഭവത്തെ ഇതൊന്നും ബാധിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാരണം അതിനു വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത്, കെടുന്ന ബീജത്തിന് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ഏതാ? കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ, നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ചൈതന്യമുള്ളതുമായ ദൈവത്തിന്റെ വചനത്തിനകത്താ ദൈവത്തിന്റെ മക്കൾ ജീവിക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ശരീരത്തിനുള്ള സകല ബലഹീനതകളും, എല്ലാ വേദനകളും, എല്ലാ കുറവുകളും ശരീരത്തിനകത്ത് വെച്ച് തീരും കേട്ടോ. ഒരു മരുന്ന് കഴിച്ചാൽ തീരാവുന്ന വിഷമേ നമുക്കൊക്കെ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, അതിലൂടെയൊന്നും നഷ്ടപ്പെടാത്ത ഒരാത്മാവെന്റെ അകത്തുണ്ട്. ഒരു വീണ്ടും ജനനം അനുഭവമുള്ള ഒരു ആത്മാവെന്റെ അകത്തുണ്ട്. ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള ഒരു ആത്മാവെന്റെ അകത്തുണ്ട്. ആ ആത്മാവ് നമ്മൾ ഓരോ നിമിഷവും തേജസ്സിന്മേൽ തേജസ് ധരിപ്പിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നാം എല്ലാം അവനോട് അനുരൂപമായിക്കൊണ്ടിരിക്കുകയാ. ഒരിക്കൽ നമ്മുടെ കർത്താവ് വരും. അവന്റെ വരവിൽ നാം എല്ലാവരും ഈ ശരീരത്തിന്റെ ബലഹീനതകളെ കൊടഞ്ഞു കളഞ്ഞിട്ട്, ഈ മൺകൂടാരത്തെ എറിഞ്ഞു കളഞ്ഞിട്ട്, തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് തേജോമയനായ യേശു കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന കാലം അധികം താമസിയാതെ വരുന്നു. ഇപ്പോൾ ഇവിടെ രാത്രി, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പകൽ. എന്നാൽ പകലില്ലാത്തൊരു രാവും പകലുമില്ലാത്ത ഒരു നാട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം എൻ്റെ ശരീരത്തിലില്ല. അന്ന് എൻ്റെ ശരീരം ക്ഷയിക്കത്തില്ല. അന്ന് ഞാൻ ബലഹീനനാകത്തില്ല. അന്ന് എൻ്റെ ശരീരത്തിൽ ക്ഷയമുണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയാകത്തുള്ള ദൈവത്തിന്റെ ജനം, പുല്ലുവാടിപ്പോകട്ടെ, പൂ ഉതിർന്നു പോകട്ടെ, നിലനിൽക്കുന്ന ഈ വചനം എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ, എന്നെ പോലെ യൗവനക്കാരാകട്ടെ, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരാകട്ടെ, വാർദ്ധക്യത്തിലാകട്ടെ, ആരുടെയും ശരീരത്തെയും ജീവിപ്പിച്ച് ജീവനുള്ളവരാക്കി നിർത്താൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് രാത്രി, ഇന്ന് പകൽ, വിവിധ ടൈം സോണിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്. അതിന് കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ രോഗം നിങ്ങളുടെ രക്ഷയ്ക്ക് തടസ്സമാകത്തില്ല. നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് നിങ്ങളുടെ രക്ഷയ്ക്ക് തടസ്സമാകത്തില്ല. കാരണം കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ഒരു ജീവനുള്ള വചനം കൊണ്ടത്രേ, ജീവന്റെ വചനം കൊണ്ടത്രേ നമ്മളെ അവൻ ജീവിപ്പിച്ചത്. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം വചനത്തിനകത്ത് നമുക്ക് ഉറപ്പിക്കാം.
ജീവനുള്ള വചനത്തെ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങളാരും തകർന്നു പോകത്തില്ല, നിങ്ങളാരും തളർന്നു പോകത്തില്ല. നമ്മളെല്ലാം ജീവനോടെ, തേജസ്സോടെ, ഹല്ലേലൂയ, പൂർണ്ണ സൗഖ്യത്തോടെ, നമ്മുടെ എല്ലാം കണ്ണുനീരെല്ലാം തുടച്ച് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എൻ്റെ അരുമനാഥൻ, നമ്മുടെ അരുമനാഥൻ ഇറങ്ങി വരുമ്പോ എല്ലാ ബലഹീനതകളെയും വിട്ട് ആ നീതി സൂര്യന്റെ പ്രഭയാൽ എൻ്റെ ശരീരത്തിന്റെ ക്ഷയത്തെ ഞാൻ വലിച്ചെറിയും, അതിനെ ഞാൻ വിട്ടുകളയും. ആ ബോധ്യമകത്തുള്ള ദൈവത്തിന്റെ ജനം കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.